രോഹിണി, ഇന്നലെ രാവിലെ മുതൽ കേരളക്കര മുഴുവൻ സങ്കടത്തോടെ അല്ലെങ്കിൽ പ്രാർത്ഥനയോടെയാണ് ഉറ്റുനോക്കുന്നത്. കാരണം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ MT വാസുദേവൻ നായർ ചികിത്സയിൽ കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. തീവ്ര പരിചരണ വിഭാഗത്തിലാണ് നിലവിൽ MT ഉള്ളത്. ഇന്നലെ ഉണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായത്. ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് MT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത്. പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ അല്പസമയത്തിനകം പുറത്തിറങ്ങിയേക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ അതിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയോടെയാണ് നമ്മളെല്ലാവരും, കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത്. എപ്പോഴായിരിക്കും മെഡിക്കൽ ബുള്ളറ്റിൻ വരിക? നിലവിലത്തെ അവസ്ഥ എന്തൊക്കെയാണ്? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളക്കര അല്ലെങ്കിൽ സാഹിത്യ ലോകം ഒന്നാകെ ഒരു ശുഭവാർത്ത കേൾക്കുവാനുള്ള പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടിയാണ് കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ തന്നെയും കടന്നുപോയത് എന്ന് പറയുകയാണ് ഞാൻ. മാത്രമല്ല, വലിയ പ്രാർത്ഥന തന്നെയാണ് MTക്ക് ഉള്ളത്. നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു. ആരോഗ്യനില തൃപ്തമല്ല എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭ്യമായിട്ടുള്ളത്. എന്തായാലും നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഞായറാഴ്ച ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുമായി MT ഹോസ്പിറ്റലിലെത്തുന്നു. പിന്നീട് ഹൃദയസ്തംഭനം ഉണ്ടായി എന്നതാണ് ആശുപത്രി അധികൃതർ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരമാണ് അവസാനമായ ഒരു അപ്ഡേഷൻ ഉണ്ടായത്. ആ അപ്ഡേഷനിലും വ്യക്തമാക്കിയിട്ടുള്ളത് ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നൊരു കാര്യം തന്നെയാണ്. അദ്ദേഹം മരുന്നുകളോടൊന്നും തന്നെ പ്രതികരിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ. അത്തരത്തിൽ വലിയ അതായത് ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോടു കൂടിയാണ് ശ്വാസം എടുക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയും MTക്ക് ഉണ്ടായിരുന്നു എന്നൊരു കാര്യം തന്നെയാണ് ഇന്നലത്തെ മെഡിക്കൽ ബുള്ളറ്റിനിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് സാഹിത്യ ലോകം എന്ന് മാത്രമല്ല ലോക മലയാളികൾക്കൊക്കെ തന്നെയും സുപരിചിതനായ എഴുത്തുകാരന് വേണ്ടി വലിയ പ്രാർത്ഥനയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെയും കടന്നുപോയിട്ടുള്ളത്, അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ തന്നെയും കടന്നുപോയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ആരോഗ്യനില തൃപ്തികരമല്ല, ഗുരുതരമായി തുടരുന്നു എന്നൊരു വിവരം തന്നെയാണ് ഈ ആശുപത്രി അധികൃതരിൽ നിന്നും നമുക്ക് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് 10 മണിയോടുകൂടി ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി ആശുപത്രി അധികൃതർ പുറത്തുവിടും. അതിൽ നിലവിൽ അദ്ദേഹത്തിന്റെ അവസ്ഥയും മരുന്നുകളോടുള്ള പ്രതികരണവും ഒക്കെ തന്നെയും വ്യക്തമാവും എന്നൊരു കാര്യമാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ദേവിക, എന്തായാലും പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ഒരു ദിവസങ്ങൾ കൂടിയാണ് ഇനി കടന്നു പോകുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി തിരിച്ച് ജീവിതത്തിലേക്ക് MT എത്തട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമാണ് MTയെ അറിയുന്ന അല്ലെങ്കിൽ സാഹിത്യ ലോകത്തെ സ്നേഹിക്കുന്ന എഴുത്തുകാർക്കൊക്കെ ഉള്ളത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് പ്രശസ്തരായ ആളുകളൊക്കെ തന്നെയും ഇന്നലെ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള അടക്കമുള്ള ആളുകൾ ഹോസ്പിറ്റലിലെത്തിയിരുന്നു. ശശീന്ദ്രൻ മിനിസ്റ്റർ, മുഹമ്മദ് റിയാസ്, MA ബേബി തുടങ്ങിയ ആളുകളൊക്കെ തന്നെയും ഹോസ്പിറ്റലിലെത്തി. ഹരിഹരൻ ഹോസ്പിറ്റലിലെത്തി MTയെ സന്ദർശിച്ചിരുന്നു. അത്തരത്തിൽ പ്രശസ്തരായ പ്രമുഖരായ സാഹിത്യ ലോകത്തെ സിനിമാ ലോകത്തെ ആളുകളൊക്കെ തന്നെയും ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിക്കുകയും വിവരം അറിയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ പല നടന്മാരും മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ ഫോണിൽ വിളിച്ച് കുടുംബത്തോട് അദ്ദേഹത്തിന്റെ വിവരങ്ങൾ അന്വേഷിച്ചിരുന്നു എന്നൊരു കാര്യം കൂടി നമുക്ക് കുടുംബത്തിൽ ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകളും ഭാര്യയും ഒക്കെയാണ് ഇപ്പോൾ ഈ ആശുപത്രിയിലുള്ളത്. ഇന്നലെ കാരശ്ശേരി മാഷ് അടക്കമുള്ള ആളുകൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അറിയണമെങ്കിൽ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങാനുണ്ട്. അതായത് നിലവിലെ അപ്ഡേഷൻ, അതായത് ഇതുവരെയുള്ള വിവരങ്ങൾ വെച്ച് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും BP-യിലൊക്കെ തന്നെയും വലിയ ഫ്ലക്ച്വേഷൻ, വ്യതിയാനം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മരുന്നുകളോടൊന്നും തന്നെ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ വന്നതിന് ശേഷമാണ് ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തത വരിക. എന്തായാലും ഏറെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെയാണ് കേരളം എന്ന് മാത്രമല്ല സാഹിത്യ ലോകം ഒന്നാകെ കാത്തിരിക്കുന്നത്. ദേവിക, അതെ, ദിസ്ന പറഞ്ഞതുപോലെ തന്നെയാണ് മലയാളത്തിൻ്റെ കഥാകാരൻ്റെ ആരോഗ്യസ്ഥിതിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ തന്നെയാണ് കേരളം മുഴുവൻ കാത്തിരിക്കുന്നത്. ദിസ്ന, അതോടൊപ്പം രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരെല്ലാവരും തന്നെ ആശുപത്രിയിൽ എത്തുന്നുണ്ട്, സന്ദർശനം നടത്തുന്നുണ്ട്, സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ട് ആരോഗ്യസ്ഥിതിയൊക്കെ വിലയിരുത്തിയെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഒരു വിദഗ്ധ മെഡിക്കൽ സംഘം തന്നെയല്ലേ അദ്ദേഹത്തെ പരിചരിക്കുന്നത്. എന്തായാലും കൃത്യമായ വിവരങ്ങൾ 10 മണിയുടെ മെഡിക്കൽ ബുള്ളറ്റിനിൽ ഉണ്ടാകുമെന്ന് തന്നെയല്ലേ നമുക്ക് കരുതേണ്ടത്.
തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ആരോഗ്യ വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രശസ്തരായ സാഹിത്യ ലോകത്തെ അടക്കമുള്ള പ്രമുഖർ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചു മടങ്ങുന്ന ഒരു കാഴ്ച ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നും നിരവധി ആളുകൾ ആശുപത്രിയിലേക്ക് എത്തി അദ്ദേഹത്തെ സന്ദർശിക്കുമെന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പ്രധാനമായും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഫോണിൽ വിളിച്ച് അന്വേഷിച്ചു, അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ പറ്റി അന്വേഷിച്ചു എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള, AK ശശീന്ദ്രൻ, മുഹമ്മദ് റിയാസ്, MA ബേബി, ഹരിഹരൻ അടക്കമുള്ള ആളുകൾ ഇന്നലെ ആശുപത്രിയിൽ എത്തിയിരുന്നു. എഴുത്തുകാരനായ കാരശ്ശേരി മാഷ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ഇന്നലെ മുതൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ നിരവധി പ്രശസ്തരായ ആളുകൾ ഇവിടെ വന്ന് അദ്ദേഹത്തെ സന്ദർശിച്ചു മടങ്ങുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ 10 മണിയോടുകൂടിയാണ് അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ ഏകദേശം പുറത്തിറങ്ങുക എന്നൊരു സൂചനയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. അതിൽ അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടോ, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്, ശ്വസന പ്രക്രിയ എങ്ങനെയുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വളരെ വ്യക്തമായി ആ മെഡിക്കൽ ബുള്ളറ്റിനിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ നിലവിൽ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു അവസ്ഥയാണുള്ളത്. അദ്ദേഹത്തിന്റെ മകളും ഭാര്യയും ഒക്കെ തന്നെയും ആശുപത്രിയിൽ നിലവിലുണ്ട്. ഇന്നലെയും അവർ ഇവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞതനുസരിച്ച് ആരോഗ്യനില ഗുരുതരമായി തുടരുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ, എഴുത്തുകാരൻ ഏറെ പ്രാർത്ഥനയോടുകൂടി ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില പൂർണ്ണ തൃപ്തമായി തിരിച്ചു വരുവാനുള്ള അല്ലെങ്കിൽ ഒരു മടങ്ങി വരവിനായി പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും. രോഹിണി. ശരി ദിസ്ന, മലയാളക്കരയാകെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് MT വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതി പൂർവ്വ രീതിയിലേക്ക് എത്തുന്നതിനായി. അദ്ദേഹം ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്നാണ് ആരോഗ്യനില ഇത്രയധികം വഷളായത്. എന്തായാലും 10 മണിക്ക് തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ വരും. അതിൽ വിശദമായ വിവരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്.